ജമാഅത്ത് ഇസ്ലാമിയെ പഠിച്ചിട്ടില്ല, ഇസ്ലാമിനും പഠിച്ചിട്ടില്ല, ഒരു ദൈവിക ദർശനങ്ങളെയും നിങ്ങൾ പഠിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയെ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടീമൊന്നുമല്ല നിങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയെ വന്ന കാലം മുതൽ തന്നെ ആരും ഇതിനെ പൂവും പൂമാലയും പരവതാനെന്ന് വിളിച്ച് സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രീയക്കാരും സ്വീകരിച്ചിട്ടില്ല, മതസംഘടനകളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഭൂമത്തേൽ കിടന്ന് നല്ല AC റൂമിലൊക്കെ ഇരുന്ന് വളരെ സുഗമമായി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ രാഷ്ട്രീയക്കാരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ പറ്റി എല്ലാവരും ആലിംഗനം ചെയ്ത് കൂട്ടിപ്പിടിച്ച് വളരെ സുന്ദരമായി അങ്ങനെ വന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതിൻ്റെ 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെ നിങ്ങളൊക്കെ വിമർശനം നിർത്തിയാലാണ് ഞങ്ങൾക്ക് പേടി. കാരണം ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ പുടുവലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. CPM ഞങ്ങൾ കെട്ടിപ്പിടിക്കുക, BJP ആലിംഗനം ചെയ്യുക, ഇവിടുത്തെ മീഡിയ മുഴുവൻ ഞങ്ങളെ താലോലിക്കുക, ഓമനിക്കുക, ഇവിടുത്തെ എല്ലാവരും എടുത്തിട്ട് ജമാഅത്ത് ഇസ്ലാമി ഗംഭീരൻ സാധനമാണ് എന്ന് പറയാൻ തുടങ്ങിയാൽ ഇത് നരേന്ദ്രമോദി ആയിരിക്കുന്നു, ഇത് പിണറായി വിജയനായിരിക്കുന്നു, ഇത് DGP അജിത് കുമാർ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, നിങ്ങൾ തോൽക്കും. ഈ കളിയിൽ നിങ്ങൾ പരാജയപ്പെടും. കാരണം ഇത് സംഘപരിവാരമൊന്നുമല്ല ജമാഅത്ത് ഇസ്ലാമി. സംഘപരിവാരമായിട്ട് കൂട്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിലും തോറ്റുകൊണ്ടിരിക്കുകയാണ്. കപട കള്ള ക്രൗര്യ പ്രസ്ഥാനമായ RSSനോട് പോലും പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണില്ല. പിന്നെയല്ലേ സത്യത്തിന്റെയും നീതിയുടെയും ശരിയുടെയും മനുഷ്യത്വത്തിന്റെയും ദൈവികയുടെയും പക്ഷത്ത് നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ തോൽപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത്. RSSനോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് അതിനേക്കാൾ 1000 മടങ്ങ് വിശുദ്ധിയുള്ള ഇന്ത്യയിലെ നമ്പർ 1 കള്ള കപട പ്രസ്ഥാനമാണ് RSS. ആ RSSനോട് ഡീല് നടത്താനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ എതിർക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ബഹുമാനനായ ഹക്കീം നദവി കേരളത്തിന്റെ അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കട്ടിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന കളി എന്നുള്ളത്. നമുക്ക് സങ്കടമൊന്നുമില്ല, സഹതാപമാണ് തോന്നുന്നത്. CPMനെ പോലത്തെ ഒരു വിപ്ലവ പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ നമ്പർ 1 അതിന്റെ കേരളത്തിലെ അപകടകരമായ അസുരവിത്തുക്കളുമായി അണ്ടർഗ്രൗണ്ടിൽ കൂട്ടുചേർന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായ കേരളത്തിനെ ഉറ്റുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള, അതിന്റെ ചുടുചോര മാന്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തമാശ കൂടി അതിനടുത്ത് പറയണം. കള്ളുകുടിയൻ കുടിച്ചു കുടിച്ചു തൊലയും, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിച്ചു മുടിയും, മേടിച്ചു ബാധിച്ച്. കടം വാങ്ങി ശീലമുള്ളവൻ കടം വാങ്ങി അവസാനം പരാജയപ്പെടുന്നത് പോലെ CPM അതിന്റെ അവസാനത്തെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു U-ടേൺ നടത്തിയില്ലെങ്കിൽ, ഒരു തിരിച്ചുപോക്ക് നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ, ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിക്ക് ആഗ്രഹമില്ല CPMനെ പോലത്തെ ഒരു പ്രസ്ഥാനം ലോകത്തെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവും കുറ്റിയേറ്റ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സംഘമല്ല ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും. ഈജിപ്തിലെ ജാസ്മിൻ റവല്യൂഷൻ മുതൽ ഇന്ത്യയിലെ കേരളത്തിലെ വോട്ടെടുപ്പിലടക്കം ഇടതു പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ട് ക്യാപിറ്റലിസത്തിനെതിരെ, സിയോണിസത്തിനെതിരെ, വലതുപക്ഷ മൗലികവാദങ്ങൾക്കെതിരെ ശക്തമായ അന്തർദേശീയ ബന്ധങ്ങൾ മുതൽ പ്രാദേശിക ചേരുവകളടക്കം നടത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ. പക്ഷേ നിങ്ങൾ അതിന്റെ അവസാനത്തെ കളിയിൽ കേരളത്തിലെ വോട്ടെടുപ്പിൽ നിങ്ങൾ പിന്നോട്ടാണ് എന്ന് കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ നേരത്തെ പറഞ്ഞവരെ പോലെ അവസാന തുരുത്ത് എന്നുള്ള നിലക്ക് എങ്ങനെയെങ്കിലും ഇത് നിലനിർത്തേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നിന്ന് എല്ലാ വഴിവിട്ട കളികളും കളിച്ചുകൊണ്ട്, അപകടകരമായ കളികളും കളിച്ചുകൊണ്ട് കേരളത്തെയും കേരളത്തിന്റെ സാമൂഹികമായ സംവിധാനങ്ങളെയും അതിന്റെ മതേതര മത സൗഹാർദ്ദ സംവിധാനങ്ങളെയും ഒക്കെ അകത്ത് നിന്ന് തുരന്നെടുത്ത് വിൽപ്പനയ്ക്ക് വെക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഈ കളിയിൽ ജമാഅത്തെ ഇസ്ലാമിനെ മറയാക്കിയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവത്തോടുകൂടി CPMനോട് പറയാനുള്ളത്. ഗുജറാത്തിൽ നിങ്ങൾ എവിടെയുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ബംഗാളിൽ ഇപ്പൊ എവിടെ നിൽക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യയിലെ മഹാരാഷ്ട്ര മുതൽ ദണ്ഡകാരുണ്യ മരനിലകൾ എന്ന് പറയുന്ന ബീഹാറും ബംഗാളും ഒക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾ നോക്കണം.
ഇവിടേക്ക് എന്താ BJPയും RSS നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അവിടെയൊക്കെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, മഹാരാഷ്ട്രയിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, പശ്ചിമ ബംഗാളിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഗുജറാത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. നിങ്ങൾ പറഞ്ഞ വളരെ തുച്ഛമായ പ്രവർത്തകരാണെങ്കിലും അന്തസ്സോടെയും അഭിമാനത്തോടെയും RSS എന്ന് പറയുന്ന കപടകള്ള രാഷ്ട്രീയ കൂട്ടത്തിന്റെ മടയിൽ ധൈര്യത്തോടുകൂടി ഈ നിമിഷം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ CPM കുറ്റിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതിന് വേരോടെ പിടിതെടുത്തുകൊണ്ടിരിക്കുന്നു, അപകടകരമായി അത് നശീകരണത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും ഈ ഗതി വരാതിരിക്കണമെങ്കിൽ പിന്നെ വേറെ സൂത്രവാക്യമുണ്ട്, രാഷ്ട്രീയല്ലേ, എല്ലാ കളിയും കളിക്കാം, ലക്ഷ്യമാർഗത്തെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും. അതാണല്ലോ രാഷ്ട്രീയത്തിൽ എന്തും പറയാം. അതുകൊണ്ടാണ് മതം രാഷ്ട്രീയം വേറെയാണെന്ന് ഇവർ പറയണത്. ആ ചർച്ചയ്ക്ക് എവിടുന്ന വന്നതെന്ന് നമുക്കറിയില്ല. മതം വേറെ രാഷ്ട്രീയം വേറെ ഒക്കെ ഖുർആൻ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. CPM കാരൻ എന്ന് നിങ്ങൾ പറയും. ഖുർആനിൽ ഇത് മതകാര്യമാണ്, ഇത് രാഷ്ട്രീയ കാര്യമാണ്. CPM കാരൻ പറഞ്ഞിരുന്നുണ്ട്. CPM അതിനെ താലോലിക്കുന്ന CPM-നും സംഘപരിവാരത്തിനും വേണ്ടി ഏത് അധികാര ഘടനയാണോ ഉള്ളത് ആ കംസനെയും രാവണനെയും ഫറോവനെയും ഒക്കെ വണങ്ങിയിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഓതുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയണം. ഇത് മതപരമായ കാര്യമാണ്, ഇത് രാഷ്ട്രീയപരമായ കാര്യമാണ്. ഖുർആൻ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ചിലർക്ക് പ്രധാനപ്പെട്ടതായിരിക്കും. CPM ചുവന്ന കൂടി ഒന്നിക്കുക, CPM-ന്റെ സ്വകാര്യ കാര്യമാണ്. കോൺഗ്രസ് തിരുവർണ്ണമാതാകയാണ് ഒന്നിക്കുക, BJP കുങ്കുമക്കൂടി അല്ലെങ്കിൽ കാവിക്കൊടിയാണ് ഒന്നിക്കുക, ലീഗ് പച്ചക്കൊടിയാണ് ഒന്നിക്കുക. അത് അവരുടെ ആചാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആചാരങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട്, അതിലാരും കൂടിക്കരിയൊന്നുമില്ല. അത്തരം ആചാരങ്ങളുടെ വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ സംഘങ്ങൾക്കുണ്ടാകാമെന്നുള്ളതിൻ്റെതല്ലാതെ അതിനപ്പുറം. അതുകൊണ്ട് അത് മതപരമായ കാര്യമാണ്. മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നു, അത് മതപരമായ കാര്യമാണ്. ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി കുമ്പസാരം നടത്തുന്നു, അത് മതപരമായ കാര്യമാണ്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഈ കൊടി പൊന്തിക്കണ പോലെയാണ്, അത്ര നിങ്ങൾ കണ്ടാൽ മതി. അതല്ലാതെ വേറൊരർത്ഥത്തിൽ ഇത് മതപരമായ കാര്യമാകുന്നു, ഇത് രാഷ്ട്രീയപരമായ കാര്യമാകുന്നു എന്നൊന്നും പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിലോ ഒരു മതവേദ ഗ്രന്ഥത്തിലുമില്ല. ഖുർആനിലോ മാത്രമല്ല, നിങ്ങൾ ഗീതയോ ഖുർആനോ ബൈബിളോ സന്തവസ്ഥയോ തിരുക്കുറളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക. ആകാശവേദങ്ങളുടെ പിൻബലമുള്ള ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം എടുക്കുക. ഈശോയെയോ മോശയെയോ അബ്രഹാമിനെയോ രാമനെ കൃഷ്ണനെ ബുദ്ധനെ ജൈനനെ ആരെങ്കിലും മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇവരാരെങ്കിലും വന്നിട്ട് ഇത് മതപരമായ കാര്യം, ഇത് മതമില്ലാത്ത കാര്യം, അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ വിശകലനം ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനും ക്യാപിറ്റലിസം, ഫാസിസം, നാസിസം, സിയോണിസം ഇങ്ങനെ തുടങ്ങുന്ന അതിഭീകരൻ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും ദൈവിക പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബിയെ, ജീസസിനെ, മോശയെ, അബ്രഹാമിനെ, ബുദ്ധനെ, ജൈനനെ, രാമനെ, കൃഷ്ണനെയൊക്കെ പഠിച്ചത് വളരെ ചെറിയ വ്യാഖ്യാനങ്ങൾ നൽകി. അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലുമൊക്കെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവർ ഒരു പ്രാഥമിക വായന നടത്തിയാൽ മതി. ഇതിനൊന്നും നമ്മൾ 1000 വട്ടം വേദഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീകൃഷ്ണൻ ആരാണ് കൈകാര്യം ചെയ്തത്? രാമന്റെ എതിരാളി ആരായിരുന്നു? മുഹമ്മദ് നബിയെ നാട് കടത്താൻ തീരുമാനിച്ചത് ആരാ? യേശുവിനെ കുരിശ് വിധിച്ചത് ആരാ? അബ്രഹാം പ്രവാചകനെ തീയിലിട്ടത് ആരാ? മോശയെ കൊല്ലണമെന്ന് വിധി കൊണ്ടുവന്നത് ആരാ? ഈശോ മിശിഹായ്ക്ക് കുരിശ് വിധിച്ചത് ആരാ? ഇതൊന്നും സാധാരണക്കാരല്ല, ഭരണകൂടങ്ങളാണ്, മതനേതൃത്വങ്ങളാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. അല്ലാതെ ഏതെങ്കിലും സാധാരണക്കാർ സാധാരണക്കാരെന്ന് പറയുന്നത് ഈ മുക്കൂട്ട് മുന്നണിയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും അധികാര കേന്ദ്രത്തിന്റെയും ആചാര കേന്ദ്രങ്ങളുടെയും മതരാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളാണ് എല്ലാ കാലത്തും സാധാരണക്കാരെ ഇളക്കി വിട്ടിട്ടുള്ളത്. ആ കളി തന്നെയാണ് ഇപ്പൊ CPM. അധികാരത്തിന്റെ ഉദ്യോഗസ്ഥ സംവിധാനം, പോലീസ്, നമ്മുടെ തോമസിന് എതിരെ ഇളകാത്ത ഒരു പോലീസ് ഉണ്ടല്ലോ നമുക്ക്, അനങ്ങണില്ല. ബോച്ചയെ പിടിച്ചുകൊണ്ടേയിട്ട് എന്തേ പോലീസിന് പറ്റിയത്? കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം പോലും എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മതകേന്ദ്രങ്ങൾ, രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, ഈ കേന്ദ്രങ്ങളാണ് ഈ മഹാപ്രവാചകന്മാരെ മുഴുവൻ അപകടകാരികളും ഭീകരവാദികളും തീവ്രവാദികളും നശിപ്പിക്കപ്പെടേണ്ടവരും വധിക്കപ്പെടേണ്ടവരും ജയിലിലടക്കപ്പെടേണ്ടവരും നാട് കടത്തപ്പെടേണ്ടവരുമാണ്. കേവലം ഇപ്പൊ പിണറായും ഗോവിന്ദൻ മാഷും രാഘവനും ഒക്കെ പറഞ്ഞു, വിജയരാഘവനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നാട് കടത്താണെങ്കിൽ നിങ്ങൾ കടത്തണം, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പേടിയില്ല. പക്ഷെ നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം പ്രവാചകന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രമാണ്. ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച പ്രത്യേകിച്ചും ഇത് കാപട്യമാണ്. സത്യമില്ല ഇതിൽ, നീതിയില്ല ഇതിൽ, യാതൊരു സത്യസന്ധതയും അതിലില്ല. ആ വിശുദ്ധിയുടെയോ വിമോചനത്തിന്റെയോ വിപ്ലവത്തിന്റെയോ സത്യസന്ധതയുടെയോ ഭാഗമല്ല
അധികാരം എന്ന് പറയുന്നതിന്റെ ലഹരിയിൽ വീഴുകയും അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും ഭയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ എങ്ങനെയെങ്കിലും ഒക്കെ അത് നിലനിർത്തുന്നതിന് വേണ്ടി പ്രവാചകന്മാരൊക്കെ എതിർക്കപ്പെട്ടത് അവിടെ തന്നെയാണ്. അല്ല, പ്രവാചകന്മാരൊന്നും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പറഞ്ഞതുകൊണ്ടൊന്നും എതിർക്കപ്പെട്ടിട്ടുള്ളത്. അന്നത്തെ അധികാരഘടനയിൽ അണ്ടിപ്പിടിച്ചിരിക്കുന്ന രാജാക്കന്മാർ, മതനേതൃത്വങ്ങൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, മുതലാളിത്ത സമൂഹങ്ങൾ, ഇവർക്കൊക്കെ ഉണ്ടാകാവുന്ന വലിയ നഷ്ടങ്ങൾ പ്രവാചകന്മാർ പ്രവചിച്ചപ്പോഴാണ് പ്രവാചകന്മാർ അപകടകാരികളായിട്ട് മാറിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എല്ലാ ഭാഗത്തും നിങ്ങളിപ്പോ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, CPM-ന് ഒരേ സമയം RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കണമെന്ന്. CPM-ന് RSS-ഉം CPM-ഉം RSS-ഉം തമ്മിൽ ഇപ്പൊ കേരളത്തിൽ വല്ലതും നടക്കണുണ്ടോ? എന്തെങ്കിലും ഒരു ഏറ്റുമുട്ടൽ എവിടെയെങ്കിലും? ശാരീരികമായ ഏറ്റുമുട്ടലുമില്ല, ആശയപരമായ ഏറ്റുമുട്ടലുമില്ല. എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രായിക്ക് രാഹിമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിജയരാഘവനും ഗോവിന്ദൻ മാഷും പിണറായി വിജയനും കേരളത്തിന്റെ അകത്തളങ്ങളിൽ അണ്ടർഗ്രൗണ്ടിൽ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ എന്തെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് നമ്മളാരെങ്കിലും നിരന്തരം ഇപ്പൊ അതും അറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയാണ് RSS-ന്റെ പിന്നില്, ജമാഅത്തെ ഇസ്ലാമിയാണ് DGPA-യുടെ പിന്നില്, ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിന്റെ പിന്നില് ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ. ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളുടെ അവസാനം വിജയരാഘവൻ പ്രസ്താവന നടത്തുന്നതും പിണറായി വിജയൻ പ്രസ്താവന നടത്തുന്നതും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി നടന്നിട്ടാണ് എന്ന് പറയുന്ന ഗതികേടിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ എന്തു ചെയ്താലും ജമാഅത്തെ ഇസ്ലാമിക്കൊന്നും സംഭവിക്കാൻ പോണില്ല. കാരണം അങ്ങനെ ആരും ഇതിനെ തൊട്ടിട്ടില്ല. തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിനേക്കാൾ മനോഹരമായി തിരിച്ചു വരാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനപരമായി സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്താണ്. ദൈവിക പ്രസ്ഥാനമാണ്, പ്രവാചകന്മാരുടെ പ്രസ്ഥാനമാണ്, വേദഗ്രന്ഥങ്ങളുടെ പ്രസ്ഥാനമാണ്. ചരിത്രത്തിൽ മഹാപ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി എഴുന്നേറ്റ് നിൽക്കുന്നത്. അതൊരു ജാതി സംഘടനയോ ഒരു മതസംഘടനയോ കേവല രാഷ്ട്രീയ സംഘടനയോ അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനയോ സാമ്പത്തിക സംഘടനയോ സേവന സംഘടനയോ കായിക സംഘടനയൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി പ്രവാചകന്മാരുടെ പ്രസ്ഥാനമാണ്. പ്രവാചകന്മാർ എന്ന് പറയുന്നത് നിങ്ങൾ അനുവദിച്ചു തരുന്ന ലൈസൻസിൽ സംസാരിച്ചവരല്ല. മുഹമ്മദ് നബിക്ക് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ലൈസൻസ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ലൈസൻസ് കൊടുക്കേണ്ട കാര്യമില്ല. രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും മുഹമ്മദ് നബി എന്ന് സംസാരിച്ചത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അധികാര ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടുകൂടിയല്ല, അനുമതിയില്ലാതെ തന്നെയാണ്. കാരണം അവരുടെ അനുമതി വേണ്ടതുമില്ല, അത്തരമൊരു അനുമതി കൊടുക്കുന്നവരുമായിരിക്കില്ല അവർ. കാരണം ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അവർക്കാണ്. ഇപ്പൊ ഇസ്ലാമിക് ഫോബിക്ക് കാലം നേരത്തെ പറഞ്ഞ മതി. പാവം പിടിച്ചൊരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആറ്റപ്പം ഉണ്ടാക്കണല്ലോ. ഇസ്ലാം ആയുധ കച്ചവടം നടത്തുന്നില്ല. ഇസ്ലാം അല്ല സെക്സ് ഫോട്ടോഗ്രാഫി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അല്ല ആഗോളീകരണ, ഉദാരീകരണ, കമ്പോളീകരണ, ബാങ്കിങ് സിസ്റ്റത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സായുധ ടെററിസവും എക്കണോമിക്കൽ ടെററിസവും ഫിനാൻഷ്യൽ ടെററിസവും ഒന്നും സ്പോൺസർ ചെയ്യുന്നത് ഇസ്ലാം അല്ല. അതിന്റെ ഇരകളാണ്. എല്ലാരെ പോലെയും ആയുധം വാങ്ങുന്നവരെയും മുസ്ലിം രാജ്യങ്ങളുണ്ട്, ആയുധം വിൽക്കുന്നവരെയും മുസ്ലിം. ആയുധം വിൽക്കുന്നതാണ് കഴിവ്, ആയുധം വാങ്ങുന്നതല്ല. നമ്മൾ മനസ്സിലാക്കണ്ടേ? ആയുധം വാങ്ങുന്നവന് വിഡ്ഢിയാണ്. നിലനിൽക്കാനും അതിജീവിക്കാനും ആയുധങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിഡ്ഢികളുടെ കൂട്ടത്തിൽ ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ആയുധമാകുന്നത് സൗദി ഇന്ത്യയാണെന്നാണ് പറയുന്നത്, സൗദി അറേബ്യ, ഇന്ത്യ. ഈ രണ്ട് രാജ്യങ്ങളും ഭയങ്കര സംഭവമാണ്. മഹാപ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയൊക്കെ പിൻബലമുള്ള രാമനും കൃഷ്ണനും അബ്രഹാമും യേശുവും മുഹമ്മദും ഇപ്പുറത്ത് ബുദ്ധനും ജൈനനും ഒക്കെ അണിനിരുന്ന ഗീതയും ഖുർആനും ബൈബിളും രാമായണവും ഇതിഹാസവും ഉപനിഷത്തുകളും മൃഗോദവും അഥർവവും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഇന്ത്യയും സൗദി അറേബ്യയുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങൾ വാങ്ങുന്നത് ചൂല ആയുധ കച്ചവടക്കാരനാരാ? അത് ഇസ്രായേൽ അമേരിക്കയാണ്, പിന്നെ റഷ്യയും ഫ്രാൻസും ജർമ്മനിയൊക്കെയാണ്. പാശ്ചാത്യ ലോകമാണ് ആയുധം വാങ്ങുന്നത്. ആയുധം വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ലോകം വേറെ ഒരു ലോകത്തിന് ആക്രമിച്ചൊരു ചരിത്രമല്ലേ? ആരെങ്കിലും ആക്രമിക്കണമെങ്കിൽ നമ്മൾ തമ്മില്ല. അവിടുത്തെ ഗ്രൂപ്പുകള്, അവിടുത്തെ അയൽപക്ക രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടെന്നല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം യൂറോപ്പിലെ ഏഷ്യയിലെ അകത്തുള്ള പുറത്തുള്ള ഒരു രാജ്യത്തിനൊക്കെ ഇതൊന്നുമില്ല. പിന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നൊക്കെ പറയും. എന്താണ് ഇപ്പൊ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ കഥ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ നമുക്കറിയാം. ആളുകൾക്ക് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവതരിപ്പിച്ച് അതിങ്ങനെ അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പർവ്വതീകരിക്കാം. ഓർക്കൊന്നും ഓരോ കാര്യം തന്നെ മര്യാദയ്ക്ക് എഴുന്നേൽപ്പിക്കാനുള്ള നേരമില്ല. പിന്നല്ലേ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയിട്ട് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
ഒന്നുകിൽ ആയുധം നിയന്ത്രിക്കുന്നവരാണ്, സമ്പദ് ഘടന നിയന്ത്രിക്കുന്നവരായിരിക്കണം, രാഷ്ട്രീയ ഘടന നിയന്ത്രിക്കുന്നവരായിരിക്കണം. ഇതിൽ മൂന്നിലും മുസ്ലിം ലോകമില്ല, പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് പറയണത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാ ഇസ്ലാമിനെ പേടിക്കേണ്ട കാര്യം? എന്താണ് ഇസ്ലാമിന്റെ പേടി? അതിന്റെ ആയുധത്തെയാണ്, അതിന്റെ സമ്പത്തിനെയാണ്, അതിന്റെ രാഷ്ട്രീയ ഘടനയാണ്. പ്രശ്നം അതൊന്നുമല്ല. ഇസ്ലാം എന്ന് പറയുന്ന ദർശനം ഇസ്ലാമിന്റെ മാത്രം പ്രശ്നമല്ല. ബുദ്ധ ദർശനവും ജൈന ദർശനവും ക്രിസ്തു ദർശനവും അതുപോലെ തന്നെ മോശയുടെ ദർശനവും അബ്രഹാമിന്റെ ദർശനവും ഒക്കെ ഒന്നാ ചരിത്രത്തിൽ. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയ അവസരമല്ല, അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ ഒരേ ദർശനങ്ങളുടെ അംബാസഡർമാരും അതിന്റെ പ്രചാരകന്മാരും പ്രസരണക്കാരുമായിരുന്നു ഈ മഹാവ്യക്തിത്വങ്ങളൊക്കെ. ഒരൊന്നും വേറെ വേറെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതിനൊക്കെ കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ പഠിക്കണം. മുഹമ്മദ് നബി വന്ന് ഇസ്ലാം ഉണ്ടാക്കി, യേശു വന്നിട്ട് ക്രിസ്തു മതം ഉണ്ടാക്കി, ബുദ്ധൻ വന്നിട്ട് ബുദ്ധമതം ഉണ്ടാക്കി, മോശ വന്നിട്ട് യഹൂദ മതം ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്, ഇവരാരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി പരിശോധിച്ചാൽ മറിച്ച് ഇതൊക്കെ തന്നെയും വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ ആശയത്തെ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, കാശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, പശ്ചിമബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ഗുജറാത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഫലസ്തീനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ബാക്കി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ സാധനം. നമ്മുടെ ബഷാർ അൽ അസദ് മുതൽ സദ്ദാം ഹുസൈൻ അടക്കം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന്റെ വക്താക്കളായിരുന്നു. ഒക്കെ വേറെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്നതുപോലെ ഒക്കെ കമ്മ്യൂണിസം തന്നെയാണ്. വ്യത്യസ്ത ഭാഗങ്ങളിൽ, വ്യത്യസ്ത പ്രകൃതിയിൽ, വ്യത്യസ്ത സ്വഭാവങ്ങളിൽ കമ്മ്യൂണിസത്തെ പ്രതിനിധീകരിച്ചതുപോലെ വ്യത്യസ്ത കാലത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ദൈവിക ദർശനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള മഹാപുരുഷന്മാരാണ്, വിമോചകന്മാരും വിപ്ലവകാരികളും വിശുദ്ധന്മാരുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും രാമനും കൃഷ്ണനും സുരദൃഷ്ടനും സോക്രട്ടീസും ഒക്കെ അതിൽപ്പെട്ട ആളുകളായിരിക്കാം. അവരൊന്നും വേറെ അവരൊക്കെ അതത് കാലഘട്ടങ്ങളിൽ അധികാര കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി കൈകാര്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമി ഈ പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും പാതയും അതല്ലെങ്കിൽ പിന്നെ മറവറം പറയണം. എന്ത് വളരെ ലളിതമായിട്ട് നിങ്ങൾ പറയണം. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ ഈ CPM-ന്റെ ഒക്കെ സുഹൃത്തുക്കളോട് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ വാ. പത്രസമ്മേളനം നടത്തി തോൽപ്പിക്കുന്നതിന് പകരം നിങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ വാ. സംവാദത്തിന്റെയും സംഭാഷണത്തിന്റെയും ഒരു ശൈലി സ്വീകരിച്ചിട്ട് വാ. ജമാഅത്ത് ഇസ്ലാമി അപകടകരമാണ്. എന്തുകൊണ്ട്? നമ്പർ 1, ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നു, നിങ്ങൾ അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെ കുറിച്ചും പറയുന്നു, നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്ലാമിന്റെയും എല്ലാ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാ പറയേണ്ടത്? സംസാരിക്കുമ്പോ BJP പറയേണ്ടത് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. BJP-ക്കാരൻ എന്താ പറയേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ട പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്ന പോലെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്, ഇസ്ലാം ചെയ്യേണ്ടത്, ജമാഅത്ത് ഇസ്ലാമി ചെയ്യേണ്ടത് ഒരിക്കലും അല്ലല്ലോ. ഇസ്ലാം ഒരു ദർശനമാണ്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പറയും ഇസ്ലാമിനെയാണ് അവതരിപ്പിക്കുക. കമ്മ്യൂണിസത്തിന്റെ മുമ്പിലും ഫാസിസത്തിന്റെ മുമ്പിലും ക്യാപിറ്റലിസത്തിന്റെ മുമ്പിലും നാഷണലിസത്തിന്റെ മുമ്പിലും ഡെമോക്രസിയുടെ മുമ്പിലും സെക്യുലറിസത്തിന്റെ മുമ്പിലും ഒക്കെ ഇസ്ലാമിന്റെ ഉള്ളടക്കങ്ങൾ കൊടുക്കും. ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുക. ഇവിടെ വന്നു എന്നിട്ട് പറയും കമ്മ്യൂണിസ്റ്റ് ഇസ്ലാം ഒന്നൊന്നില്ല. ഇന്ന പോയിന്റിൽ ഭിന്നിക്കുന്നു, ഇന്ന പോയിന്റിൽ ഒന്നിക്കുന്നു, ഇന്ന സാമ്യതകളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ സംസാരിക്കാവാ. കുറച്ചു മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉരുളുന്നവരാണ്. ആ കാടടച്ച് ഒടിവെച്ച് വർത്തമാനങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതിനപ്പുറം വ്യക്തിപരമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് പറയും ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹു അല്ലാതെ ഇലാഹില്ല ജമാഅത്തെ ഇസ്ലാം. അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമി അല്ലാഹു, ജമാഅത്തല്ല മുസ്ലിങ്ങൾ മുഴുവൻ, മനുഷ്യർ മുഴുവൻ അങ്ങനെയാണ് പറയേണ്ടത്. ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. ഏത് വേദഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും അതിന്റെ മർമ്മം അതാണ്. ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ദൈവമായിരിക്കും. ദൈവത്തിന്റെ സ്ഥാനത്ത് മനുഷ്യന്, ജീവജാലങ്ങളെ, അതുപോലെ തന്നെ ഇതര വസ്തുക്കളെ നിങ്ങൾ ദൈവമാക്കി വെക്കാൻ പാടില്ല. ദൈവത്തിന് ദൈവമായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ? പിണറായി വിജയനെ മുഖ്യമന്ത്രിയാണെന്ന് അംഗീകരിച്ചിട്ട് നമ്മളൊക്കെ മുഖ്യമന്ത്രിക്ക് എതിരെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഈ നാട്ടില്? അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും വകവെച്ചു കൊടുക്കണം. ദൈവമാണെന്ന് അംഗീകരിച്ചാൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അധികാരങ്ങളും അവകാശങ്ങളും വകവെച്ചു കൊടുക്കണം. ഇത് ജമാഅത്ത് ഇസ്ലാമി പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, നിങ്ങൾ ഏത് പേര് കൊടുക്കണം. എന്തെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്ത് ഇരുളിൽ ഉരുണ്ടിട്ട് തടി രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വ്യായാമം നടത്തുന്നെങ്കിൽ നമുക്കറിയില്ല.
നേരെ തിരിച്ച് സകല വേദ ബൈബിളിൽ ഒന്നാമത്തെ കൽപ്പെടുത്തോ നമ്മള് ഏകദൈവമായ യഹോവയെ പ്രമാണിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹ് ദൈവത്തിന്റെ പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? യഹോവയുടെ കൽപ്പനകളാണ് നിങ്ങൾ പാലിക്കേണ്ടത്. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതല്ല, സൗദി അറേബ്യയുടെ രാജാവ് പറയുന്നതല്ല, UAE ഷെയ്ഖ് പറയുന്നതല്ല, അവിടുത്തെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പറയുന്നതല്ല, ഇവിടുത്തെ നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കളെ പറയുന്നത് പോലുമല്ല. ഏകദൈവമായ യഹോവയെ നിങ്ങൾ പ്രമാണിക്കുക. ധർമ്മമനുസരിച്ച് ജീവിക്കണം. ദൈവാസുര സമ്മത വിയോഗം പറഞ്ഞിട്ട് ഭഗവത്ഗീതയില് 9-ാമത്തെ അധ്യായമുണ്ട്. ധർമ്മശാസ്ത്രം അനുസരിച്ച്, ദൈവശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ഏത് ദിവസം ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാം ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നബി മാത്രമല്ല, ഈസയും മൂസയും അബ്രഹാമും ദാവീദും സുലൈമാനും എല്ലാ ഭാഗത്തും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പ്രവാചകന്മാർ സൗദി അറേബ്യയിൽ വന്ന നബിനെ മാത്രം, മക്കയിൽ വന്ന നബിനെ മാത്രം നമ്മൾ അംഗീകരിക്കുക. ലോകത്ത് എവിടെയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ, വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടോ, അതിനെയൊക്കെ അംഗീകരിക്കണം. ഈമാൻ കാര്യങ്ങൾ എണ്ണി പറയുന്നവർക്ക് പറയണില്ലേ? പ്രവാചകൻ മുർസലുകളിൽ വിശ്വസിക്കുക, കുത്തുബകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. മുഹമ്മദ് നബിയിൽ മാത്രം വിശ്വസിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിൽ മാത്രം വിശ്വസിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കണം. ജമാഅത്തെ ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പ്രവാചകന്മാർ, അല്ലാഹുവിന്റെ കൽപ്പനകൾ മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ കൽപ്പനകൾ രേഖപ്പെടുത്തിയ വേദഗ്രന്ഥങ്ങളാണ് ശ്രുതികളും സ്മൃതികളും വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും തൗറാത്തും ഇഞ്ചീലും ഗീതയും ഖുർആനും ഒക്കെ. ചിലതിലൊക്കെ പിന്നീട് കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതത് പരിശോധനകൾ നടത്തുന്ന അതത് വിഭാഗങ്ങൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് പോകേണ്ട ഭാഗത്ത് അതിലേക്ക് പോണില്ല. വേദഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടത്, ജനനം മുതൽ മരണം വരെ ഏതടിസ്ഥാനത്തിലാണ് അവന്റെ ജീവിതത്തെ. കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായം ഉണ്ടാവും. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ എങ്ങനെയാണ് ഒരു കുട്ടി കൈകാര്യം ചെയ്യുന്നത്. സംഘപരിവാരത്തിന്റെ അഭിപ്രായമുണ്ട്, ക്യാപിറ്റലിസത്തിന് വേറെ അഭിപ്രായം ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അള്ളാഹുവിന്റെയും പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. ഇത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെയും പറയും, മറ്റന്നാളും പറയും, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും പറയും. നിങ്ങൾ അതിനെ ഇനി എത്ര അപകടകരമായിട്ട് അവതരിപ്പിച്ചാലും ഒരു പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. നിങ്ങളിവിടെ എന്താണ് മതരാഷ്ട്രം ഉണ്ടാക്കാൻ പോവാണ്, അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കടന്നു പോകണില്ല. ഇപ്പൊ ഈ മതരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മതം എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ എന്താ അർത്ഥം? ഇതെങ്കിലും CPM എന്ന് പറയണ്ടേ? മതം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അഭിപ്രായം എന്നല്ലേ? മതം എന്ന് പറഞ്ഞ അഭിപ്രായം എന്നാണ് അർത്ഥം. ഏത് വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഏത് വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. NSSന് അഭിപ്രായമുണ്ട്, SNDPക്ക് വേറെ അഭിപ്രായമുണ്ട്. ഒന്നും സംവരണം വേണ്ടെന്ന കൂട്ടർ പറഞ്ഞു. മുസ്ലിംമാരെ പറഞ്ഞിട്ട് സംവരണം വേണ്ട, പാവങ്ങൾക്ക് സംവരണം മതി. അപ്പൊ ദലിതുകളും ഈഴവരും ഭിന്നവർക്കാരും പറയുന്നുണ്ട് ഇനി അമ്പലത്തിൽ സംവരണം വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർക്ക് നമ്പൂതിരിമാർക്ക് മാത്രമുള്ള സംവരണം അവസാനിപ്പിക്കുക. തോട്ടിപ്പണിയും തേട്ടിപ്പണിയും തീണ്ടിപ്പണിയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള എല്ലാവരും ആ ശൈലിയിലേക്ക് കടന്നു വരിക. എല്ലാവരും ആ പണിയെടുക്കുക. അവിടെ ഒന്നും സംവരണം വേണ്ട, അത് ചിലവർക്ക് മാത്രമുള്ളതാണ്. പറയപ്പണിയും പുരയപ്പണിയും ഒക്കെ ഒരു വിഭാഗത്തിന് മാത്രം. ദലിതുകളും പിന്നോക്ക വിഭാഗങ്ങളും അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു അഭിപ്രായമാണ്. NSSന് അഭിപ്രായമുണ്ട്, CPMനും കോൺഗ്രസിനും BJPക്കും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിനും വേറെ അഭിപ്രായമുണ്ടോ? പക്ഷെ അഭിപ്രായങ്ങൾ മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല, അഭിപ്രായങ്ങൾ മുഴുവൻ തെറ്റായിക്കൊള്ളണമെന്നില്ല. പിന്നെന്ത് ചെയ്യണം? മനുഷ്യനെ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ തിങ്ക് ടാങ്കുകൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യണം. മനുഷ്യൻ തന്നെ സ്വതന്ത്രനായ ഒരുത്തരിന്ന് ആലോചിക്കണം എന്താണ് ശരി. നീ അവനാലോചിക്കാൻ ശേഷിയില്ലെങ്കിൽ അവനെ വിഡ്ഢിയാക്കി, അവനെ മറയാക്കി, സാധാരണക്കാരനിൽ വിഷം കുത്തിവെച്ച് അപകടകരമായ ബ്ലാക്ക് മെയിലിംഗിന് അവന്റെ മനസ്സിലെയും മസ്തിഷ്കത്തെയും വിധേയമാക്കി കുപ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും കുത്തിവെച്ച് അവൻ ഉപയോഗിക്കുന്നതിന് പകരം സത്യസന്ധമായിട്ട് അവന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ഈ അഭിപ്രായമാണ് ശരി, ഈ അഭിപ്രായം തെറ്റാണ്. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായമില്ല. അത് വ്യക്തി ജീവിതം മുതൽ രാഷ്ട്രീയ ജീവിതം അടക്കമുള്ള അങ്ങാടിയിലും അടുക്കളയിലെ ജീവിതം മുതൽ അങ്ങാടിയിലെ ജീവിതം വരെ
ആരാധനാലയങ്ങൾ മുതൽ ആഗോള സമൂഹമടക്കമുള്ള ഏത് വിഷയത്തിലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമിന് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി ധൈര്യപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് ശരിക്കും മതം എന്ന് പറയാം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. അഭിപ്രായങ്ങൾ എല്ലാവരും എടുക്കണമെന്നില്ല, വേണമെങ്കിൽ എടുത്താൽ മതി, വേണമെങ്കിൽ വേണ്ട. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പൊ ലോകത്തെല്ലാവരും കൂടി പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ. ഇപ്പൊ ജനാധിപത്യത്തെക്കുറിച്ചും ഭൂരിപക്ഷത്തെക്കുറിച്ചും വോട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ എല്ലാ ആളുകളും പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹാമോശമാകുന്നു. ഏറ്റവും ചുരുങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും പറയുക അങ്ങനെ ഒരിക്കലും അല്ല. ഭൂരിപക്ഷം അംഗീകരിച്ചാൽ നിങ്ങൾ മോശമാണെന്ന് നിങ്ങൾ പറയും? ഒരിക്കലും പറയില്ല. ഭൂരിപക്ഷം ന്യൂനപക്ഷം തീരുമാനിക്കേണ്ടതല്ല ഒന്നിന്റെ തെറ്റും ശരിയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നന്മയും തിന്മയും എന്ന് പറയുന്നത്, നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. ഞാൻ പറയുന്നത് കുറച്ചും കൂടി വസ്തുതാപരമായി. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, വിലയിരുത്താനും വിശകലനം ചെയ്യാനുമാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ദൈവവിശ്വാസം മുതൽ അതിലൂടെ ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പറയും. ജമാഅത്തെ ഇസ്ലാമിയുടെ ദൈവവീക്ഷണം തെറ്റാണ്, പ്രവാചക വീക്ഷണം തെറ്റാണ്, വേദഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട വീക്ഷണം തെറ്റാണ്, ജമാഅത്തെ ഇസ്ലാമിയ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീക്ഷണങ്ങൾ തെറ്റാണ്. അതിന്റെ സാമ്പത്തിക, സദാചാര, സാമൂഹിക, ധാർമ്മിക, വിദ്യാഭ്യാസ, കലാ, സാഹിത്യ, മനുഷ്യ സേവന, കായിക, കല എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് തെറ്റാണ്. അങ്ങനെ പറയുമോ? എന്നിട്ട് നിങ്ങൾ എന്തിനു പറയും ജമാഅത്ത് ഭീകരാണോ ഭീകരവാദമാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. ഈ ഭീകരവാദത്തെ കുറിച്ചും തീവ്രവാദത്തെ കുറിച്ചും മനസ്സിലാക്കേണ്ട സാധനം കിട്ടോ. പിണറായിയൊക്കെ ഇത് പറയാൻ തുടങ്ങുന്ന പറഞ്ഞാൽ ഇത്രയും ഗതികെട്ട പുലി പുല്ലുന്നെന്ന് പറഞ്ഞ പോലെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM ഇതൊന്നും തിരിയാത്ത പ്രശ്നമൊന്നുമില്ല. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഡെഫിനിഷന് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പറയൂ. സംഘപരിവാർ പറയില്ല. കാരണം നമ്മുടെ യുണൈറ്റഡ് നേഷനില് തീവ്രവാദത്തിനെയും ഭീകരവാദത്തിനെയും ഡെഫിനിഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നു 2000-കളിൽ. എന്താണ് തീവ്രവാദം, എന്താണ് ഭീകരവാദം, അതിനെ വിശദീകരിച്ച് അതിന്റെ ശറഹൊക്കെ ഉണ്ടാക്കി ഇന്നതുപോലെ ചെയ്യുമ്പോൾ അതിനാണ് ഭീകരവാദം, തീവ്രവാദം എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഉണ്ട്, ഇതുവരെ അതിന് നിർവചനമില്ല. അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഡെഫിനിഷൻ അതിന് വന്നിട്ടില്ല. പിന്നെന്താ ചെയ്യാ? ഞാൻ തോൽക്കുമ്പോ ഞങ്ങളെ കുറിച്ച് പറയും നിങ്ങള് ഭീകരവാദി തീവ്രവാദിയാണ്. എന്റെ സംഘടന ജയിക്കാൻ തോന്നുമ്പോ മറ്റേ സംഘടനക്കാരൻ പറയും നിങ്ങള് തീവ്രവാദി ഭീകരവാദിയാണ്. അതുപോലെ തന്നെ ആർക്കും ആരുടെ മേഖലയിലും കെട്ടി ഏൽപ്പിക്കാൻ പറ്റുന്ന, വാരി വലിച്ചിടാൻ പറ്റുന്ന, ആരെയും പുതപ്പെട്ട് മൂടാൻ പറ്റുന്ന ഒരു സാധനമാണ്. അന്ന് ആ വിഷയം വന്നപ്പോ യുണൈറ്റഡ് നേഷനിൽ ഈ വിഷയം വന്ന് ചർച്ചയ്ക്ക് വന്നപ്പോൾ സംഭവിച്ചെന്താ പറയുക നിങ്ങൾ? അപ്പൊ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിശകലനം നടത്തണം. അപ്പൊ വീറ്റോ ചെയ്തു. ആരാണൊക്കെ വീറ്റോ ചെയ്യല്? മിസ്റ്റർ അമേരിക്ക എഴുന്നേറ്റ് നിന്നു. പറ്റൂല. അതിന്റെ വിശദീകരണം തർജ്ജമയും ശറഹും ഇവിടെ നടത്തേണ്ട കാര്യമില്ല. അതിനെ പിന്തുണച്ചു മിസ്റ്റർ ഇസ്രായേൽ. കാരണം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വ്യാഖ്യാനവും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് വിശകലനം ചെയ്താൽ അതിൽ കുടുങ്ങാൻ പോകുന്ന ആദ്യത്തെ ശക്തി അമേരിക്ക ആയിരിക്കും, ഇസ്രായേൽ ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു വിശദീകരണം യുണൈറ്റഡ് നേഷനിലെ തരേണ്ടത്. ഒരു വിശദീകരണം ഒന്നുമില്ല. ഈ തീവ്രവാദം ഭീകരവാദം പറഞ്ഞിട്ടാണ് നമ്മളുടെ സംഘപരിവാരവും CPM എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം ഉമ്മത്തിനെയും അതിന്റെ സംവിധാനങ്ങളെയൊക്കെ ഇരുട്ടിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം സംഭവിക്കാൻ പോകണമെന്നുള്ളൂ. ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള പടി തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയല്ല, മഹാപ്രവാചകന്മാരെയും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളെയും ഒക്കെ തകർക്കുന്നതിന് വേണ്ടി അതത് കാലഘട്ടത്തിലെ അധികാര ശക്തികൾ വളരെ മാരകമായ സ്വഭാവത്തിൽ പയറ്റിയിട്ടുള്ള കുതന്ത്രങ്ങൾ ഇതിപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ മുകളിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ അതായിട്ട് വന്നിട്ട് അങ്ങനെയും പറയുന്നുണ്ട്. ബ്രദർഹുഡ്, നിങ്ങൾ ബ്രദർഹുഡിനെ പഠിച്ചിട്ടുണ്ടോ? ബ്രദർഹുഡ് ഓരോ സ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിലാർക്കാ തർക്കമുള്ളത്? നിങ്ങൾ പറയേണ്ടത് അവർ പറയുന്ന ഇസ്ലാമിലെ ഇസ്ലാമിക ഭരണം ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരണം ഭയങ്കര പ്രശ്നമാണ് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഇസ്ലാമിക ഭരണം കണ്ടിട്ടുണ്ടോ? എവിടെയാണ് ഇസ്ലാമിക ഭരണം കണ്ടിട്ടുള്ളത്? ആ കണ്ട ഇസ്ലാമിക ഇസ്ലാമിന് ഒരു വ്യവസ്ഥ ഉണ്ട്. ഏത് കാര്യത്തിലും ഭരണത്തിലും ഒരു വ്യവസ്ഥ ഉണ്ട്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായ നിലപാടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ പറയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ രംഗത്തെ കാഴ്ചപ്പാടുകളിൽ ഇന്നത് മനുഷ്യന് പറ്റാത്തതാണ്, ഇന്ന വിഭാഗത്തിന് പറ്റാത്തതാണ്, ഇന്ന സമൂഹത്തിന് പറ്റാത്തതാണ്, മറ്റുള്ളവർക്ക് ചേരാത്തതാണ്. അത് അപകടകരമാണ്. അവരുടെ ജീവനെയും സ്വത്തിനെയും അഭിമാനത്തെയും അന്തസ്സിനെയും നശിപ്പിക്കുന്നതാണ്. രാഷ്ട്രവിരുദ്ധമാണ്, സാമൂഹിക വിരുദ്ധമാണ്, മാനവ വിരുദ്ധമാണ് അല്ലെങ്കിൽ ധാർമ്മിക വിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾ പറയും. ഇസ്ലാമിന്റെ സമ്പദ് വീക്ഷണം
ഇസ്ലാമിന്റെ സാംസ്കാരിക വീക്ഷണം, ഇസ്ലാമിന്റെ സദാചാര വീക്ഷണം, ഇസ്ലാമിന്റെ കുടുംബ വീക്ഷണം, ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട അതല്ലേ രാഷ്ട്രീയം നമ്മൾ പറയണത്. ഇതൊക്കെ കൂടിയാണ് രാഷ്ട്രീയം എന്ന് പറയാ. അല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കി നോക്കണമെന്നില്ല. ഇതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന അധികാരഘടനയ്ക്കും സ്പേസിനുമാണ് രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിലെ ഇന്ന പ്രശ്നം മനുഷ്യത്വ വിരുദ്ധമാണ് എന്നൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ അത് അപകടകരമാണ്, അതുകൊണ്ട് അത് തീവ്രവാദമാണ്, അത് ഭീകരവാദമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ എണ്ണീട്ട് പറയും. ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ അടിസ്ഥാനങ്ങൾ വളരെ മാരകമാണ്. ISS, അൽ-ഖായിദ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇരുളിൽ ഉരുളേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാം ആരാണ് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, എവിടെ നിന്നാണ്. ലോകത്തെ ഭീകര പ്രസ്ഥാനങ്ങളിൽ നല്ലൊരു ശതമാനവും CIA-യും മൊസാദും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആർക്കാണ് അറിയാത്തത്? നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ശ്രീരാധാകൃഷ്ണനൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസത്തേക്ക് ബന്ധപ്പെട്ട വലിയ മൗലിക ചർച്ചയിലേക്ക് നമ്മളിപ്പോ പോണില്ലേ. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു എന്നുള്ളത്. ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും ലിബറലിസവും അതുപോലെ തന്നെ വലിയ ചർച്ചകൾ നമ്മൾ ചെയ്യേണ്ട തന്നെയാണ്. പക്ഷെ ഇപ്പൊ അത്രമാത്രം വലിയ സംഭവമല്ലാത്തതുകൊണ്ട് അത്രയും തുരന്ന പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോണില്ലേ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസം വന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് CIA കാശ് കൊടുത്ത് ഉണ്ടാക്കിയതായിരുന്നു മാവോയിസ്റ്റ്, നക്സലൈറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെന്ന് മലയാളത്തിലെ സാഹിത്യകാരൻ ശ്രീരാധാകൃഷ്ണൻ ബ്ലിറ്റ്സ് പത്രത്തിന്റെ എഡിറ്ററായിരിക്കുമ്പോ അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ടി അതിന് അണിചേർന്നവർ മുഴുവൻ അതായിക്കൊള്ളണമെന്നില്ല. സാധാരണക്കാർ ഈയാമ്പാറ്റകളെ പോലെ എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും ഒഴുകി വരികയും അതിന്റെയൊക്കെ ആളുകളായിട്ട് മാറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിന്റെയും നന്മയും തിന്മയും നോക്കാതെ അവനവന്റെ കാര്യലാഭവും സൗകര്യം അല്ലെങ്കിൽ വൈകാരികമായ തൃപ്തിയൊക്കെ വെച്ചിട്ട് നന്മ തിന്മകളോ വിശകലനങ്ങളോ തുടക്കമോ ഒടുക്കമോ അതിന്റെ റിമോട്ടോ അണ്ടർഗ്രൗണ്ടോ ഒന്നും തിരിച്ചറിയാതെ പലതിന്റെ പിന്നാലെയും പലതും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ പേരിലാവട്ടെ, ഹിന്ദുത്വ, ഇപ്പൊ RSS നിങ്ങൾ പഠിച്ചോ. RSS ആരുണ്ടാക്കി? വലിയ സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തിയാൽ ലോകത്തിലെ യഹൂദന്മാർ ഇസ്രായേൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള അപകടകരമായ സംഘമാണ് ഇന്ത്യയിൽ RSS. അതിന്റെ പിന്നാമ്പുറത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യഹൂദന്മാരുടേതായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നടുത്തളങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ ബ്രാഹ്മണിസവും അതുമായി ബന്ധപ്പെട്ട അപകടകരമായ വാദങ്ങളൊക്കെ വളർന്നു വരികയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ യഹൂദന്റെ കാശ് ഇന്ത്യയിൽ ഇറക്കി കളിച്ച സംവിധാനമായിരുന്നു. നിങ്ങൾ ഓരോന്നിനും പിന്നാമ്പുറത്ത് അങ്ങനെ സൂക്ഷ്മമായിട്ട് പിടിച്ചുകൊണ്ട് അതുകൊണ്ട് അൽ-ഖായിദ അല്ലെങ്കിൽ ISS അല്ലെങ്കിൽ RSS എന്നൊക്കെ പറഞ്ഞ എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും അധികാരഘടനയെയും ഭരണകൂടങ്ങളെയും സാമൂഹിക ഘടനയെയും എതിർത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഒഴികെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ വേറൊന്നാണ്. വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ ആയുധമെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ CIA-യും മൊസാദിനെയും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് അതൊക്കെ ആരുണ്ടാക്കി നിങ്ങൾ ഇതുമായിട്ട് പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അത്തരം ഏതെങ്കിലും ഒരു സായുധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ജമാഅത്തെ ഇസ്ലാമി കൊല്ലാനും തല്ലാനും അതുപോലെ തന്നെ പൊട്ടിക്കാനും സ്ഫോടനം നടത്താനും ഒക്കെ ആളുകളെ പഠിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് തൊടാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ഒരു ദിവസം ഇന്നേ വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ ഒരു മനുഷ്യനെതിരെ ചിലപ്പോ ഇന്ത്യയിലെ ഏതൊരു സംഘടനകൾക്ക് വിശ്വസിച്ചു എല്ലാ മതസംഘടനകളും തമ്മിൽ അടിപിടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിയും പിടിയും അകത്താക്കലും പുറത്താക്കലൊക്കെ നടത്തിയിട്ടുണ്ട്. കൊല്ലും കൊലപാതകമൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാ മതത്തിലെയും എല്ലാ മതസംഘടനകളും ഇവര് പ്രത്യേക മതസംഘടനയെന്ന് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഞാൻ പറയുന്നത്. മതേതര സംഘടനകൾ തമ്മിൽ അപകടകരമായ ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. എത്രമാത്രം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ, ഗ്യാങ്ങുകൾ, ഇതിലെവിടെയെങ്കിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മതസംഘടനകൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ കൊല്ലും കൊലപാതകം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി പേടിച്ചിട്ടൊന്നുമല്ല, അത് ചെയ്യുന്നതിനെതിരാണ്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പേടിച്ചിട്ടോ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. അത് ഭരണകൂട ആയുധങ്ങളും നിയമങ്ങളും ഒക്കെ നടത്തുന്നത് ഭരണകൂടമാണ്. വ്യക്തികൾ ആയുധമാണ്. അത് നേരത്തെ നേരം നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ എനിക്ക് ഇവരെ ആക്രമിക്കാന്നല്ലാതെ നിങ്ങൾ ആക്രമിച്ചെന്ന് പോയാൽ അപ്പുറത്ത് പോയിട്ട് വേറെ ഒരാളെ വിട്ട് എന്നിട്ട് മറ്റവനെ കൊല്ലുക ഈ രസതന്ത്രം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അതല്ലാതെ ആരെങ്കിലും വീടിണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ ഭീരുത്വത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. ആ രീതിശാസ്ത്രം ഇസ്ലാമിന് സ്വീകാര്യമല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ലോകത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, കരുത്തുള്ള ഒരു ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും സായുധ പോരാട്ടങ്ങളെ, സായുധ സംഘങ്ങളെ, ഈ മൗദൂദിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. മൗദൂദി ഭയങ്കര പോരാണ്. കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യുദ്ധം വരുന്നുണ്ട്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യുദ്ധങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം പാകിസ്ഥാനിലുണ്ടായിരുന്നു.
അവിടുത്തെ ചെറുപ്പക്കാർ വന്ന് ചോദിച്ചിട്ട് കാശ്മീരിന് വേണ്ടി നമ്മൾ ഒളിയുദ്ധം നടത്തുക. അപ്പൊ കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചൊക്കെ ഭയങ്കര എഴുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിന്റെ ടെൻഡൻസ് എന്താണെന്നുള്ളത് അവിടെ പോയിട്ട് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യണം. ഈ കാശ്മീരിന്റെ പോരാട്ടത്തിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ അന്നത്തെ അവിടെ പാകിസ്ഥാന്റെ നേതാവിനെ ചോദിച്ചപ്പോ യുദ്ധമാണെങ്കിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു നടത്തണം. ഒളിയ അജണ്ടകൾ, ഭീകരാജണ്ടകൾ, ഗറില്ല പോരാട്ടങ്ങൾ അതുകൂടെ നടത്തരുത്. യുദ്ധമാണെങ്കിൽ പ്രഖ്യാപിച്ച് നടത്തുക. ഇന്ന പ്രശ്നത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതല്ലാത്തതിനെയൊന്നും ഒളിയുദ്ധങ്ങളോ കപടയുദ്ധങ്ങളോ കള്ളയുദ്ധങ്ങളോ അതുപോലെ തന്നെ കാപട്യങ്ങളോ ആ വിഷയത്തിൽ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് മോദി പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, അത്തരം എല്ലാ പ്രകടനങ്ങളെയും ആശയങ്ങളെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ആശയങ്ങൾ അവതരിപ്പിക്കുക. CPM-നൊക്കെ ഭയങ്കര പേടിയാണ്. ജമാഅത്ത് ഇസ്ലാമി ചിരിച്ചാ പേടി, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കയ്യൊടുത്താ പേടി, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പുസ്തകം കൊടുത്താ പേടി, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വീട്ടിൽ കയറി ചെന്ന പേടി, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വല്ല വീക്കിനെയും പത്രം കൊടുത്താ പേടി, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ സംവാദം കൊടുത്താൻ പേടി. ഇതൊക്കെ അവര് പറയണം. അതൊക്കെ അപകടകരമായ അജണ്ടകൾ വെച്ചിട്ട് വരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെയൊന്നും ഇല്ലാതെ ഒരു മനുഷ്യനോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക? സംസാരം കേട്ട നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് പ്രശ്നമാണല്ല എന്നുള്ളത്. നിങ്ങൾ അണികളെയൊക്കെ എവിടെ കൊണ്ടുപോയിട്ടുള്ള ഈ RSS-ഉം CPM ഒക്കെ എങ്ങനെ അണികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു വർത്താനം കേൾക്കുമ്പോഴേക്കും ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോഴേക്കും നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവുക. അതുപോലെ തന്നെ വേറെ വീട്ടിൽ പറഞ്ഞില്ലേ, മറ്റേ ഈ കായിക മത്സരത്തിലൊന്നും പങ്കെടുക്കരുത്, അവിടെ പോയി സലാമൊക്കെ പറഞ്ഞ് ടാറ്റ ഗുഡ്ബരിയൊക്കെ പറഞ്ഞ് നിങ്ങളാണ് അങ്ങോട്ടായി പോകും എന്നൊക്കെ പേടി സംഘടനകൾക്ക്. അവനതിന്റെ ആള് പോയി പോവോ, സംഘടനയിൽ നിന്ന് ആള് പിരിഞ്ഞു പോവോ, ഇങ്ങനെയൊക്കെ നമ്മുടെ ആശയങ്ങളെയും ദർശനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഭയപ്പെടാൻ തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമിക്ക് ധൈര്യം. ആരുടെ വീട്ടിലേക്ക് പോകും, ആരോട് സംസാരിക്കും? നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തന ബാഹുല്യം കൊണ്ട് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അത്തരം സംഗതികളിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ്, അതിന്റെ തിരക്കൊണ്ട് മാത്രം. പഴയകാല ജമാഅത്ത് ഇസ്ലാമിയും പുതിയ കാല ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പറയണത് മനുഷ്യരോട് പറയും. നിങ്ങൾ ചെന്നിട്ട് സംസാരിക്കുക. അവരുടെ വീടുകളിൽ, അവരുടെ ഓഫീസുകളിൽ, അവരുടെ ക്ലബുകളിൽ, അവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒന്ന് അങ്ങനെ കേളിച്ചെല്ലാം നമ്മൾ ധൈര്യം കാണിക്കുന്നത്. രണ്ടാമത്തെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നിങ്ങൾ വാ, ജമാഅത്ത് ഇസ്ലാമിയുടെ യോഗങ്ങളുണ്ട്. എല്ലാ ആഴ്ചയിലും ജമാഅത്ത് ഇസ്ലാമിക്കാരെ യോഗം കൂടും. ആ യോഗത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ ആരെ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ വന്നോ, ഒരു 4 ആഴ്ച 5 ആഴ്ചകൾ വാ എന്ന്. പിന്നെ അതൊക്കെ നിഗൂഢാണ്. ഞങ്ങളെ വരുമ്പോ മാറ്റി വെക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ഉള്ളത് പോലെ പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ വാ, വന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ യോഗത്തിലൊന്ന് പങ്കെടുക്കുക. ഞങ്ങൾക്ക് നിങ്ങൾ വരാത്തതിലാണ് സങ്കടം. നിങ്ങൾ വന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി അവിടെ കൂടിയിരുന്നിട്ട് ചെയ്യുന്ന പരിപാടി ഇതാണ്. ഞാൻ പറയുന്നത് ഒരേ സമയം പുറത്തേക്കും ഒരേ സമയം അകത്തേക്കും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ അപാരമായ ധൈര്യം കാണിക്കുന്ന സംഘമാണ് ജമാഅത്ത് ഇസ്ലാമി. നിങ്ങൾ വന്നോ, ജമാഅത്ത് ഇസ്ലാമി അങ്ങോട്ടും കയറി വരാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ അത്തരം കേസുകളൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലും വാർത്താ സമ്മേളനങ്ങളിലും ചാനൽ ഗ്രൂപ്പുകളിലൊക്കെ ഇരുന്നിട്ട് ഏകപക്ഷീയമായി ഉണ്ടയില്ല വെടിപൊട്ടിച്ചിട്ട് ഇതാ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ഇവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് CPM-നോട് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ CPM ജമാഅത്ത് ഇസ്ലാമിന് പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെടും. കേരളത്തിൽ നിങ്ങൾക്ക് അധികാരം കിട്ടും. RSS വെള്ളം കുടിക്കും. കേരളത്തിൽ നിന്ന് RSS എന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം RSS-നെ പോലത്തെ മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രസ്ഥാനം ഇവിടെ വളരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടയാൻ കഴിയുന്നു ജമാഅത്ത് ഇസ്ലാമിയെ പറയുന്നതുകൊണ്ട് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിനും പല പ്രസ്ഥാനങ്ങൾക്കും അതേ പാതയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കെജ്രിവാളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസ് ശിലാന്യാസം മുതൽ, കർസേവ മുതൽ, ബാബരി മസ്ജിദ് തകർക്കുന്നത് മുതൽ വലതുപക്ഷ സംഘപരിവാരത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അർത്ഥ വർഗീയ സാമുദായിക ജാതീയ മതപരമായ പരീക്ഷണങ്ങൾ നടത്തിയാണ്. തൊട്ടുകൂടാത്ത കലം പോലെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഓടി നടന്നിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ പ്രത്യേകമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇന്ത്യയുടെ പുതിയ കാലത്ത് RSS-നെ നട്ടല് നിവർത്തി ഓരോ നിമിഷത്തിലും കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ പിണറായി പോലും നമുക്ക് ബഹ്റൈനൊക്കെ അറിയാം. ബഹ്റാൻ ഇന്ത്യയുടെ കേരളത്തിലെ DGP ആയിട്ട് വന്നിട്ടുള്ള ഉപരാരാന്നറിയോ ചെയ്യുന്നത്? 2 ആളുണ്ടായിരുന്നു. കന്ദസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു DSP ഉണ്ടായിരുന്നു ഗുജറാത്തില്. അദ്ദേഹം അമിത്ഷായ്ക്കെതിരെ അറസ്റ്റ് വാറണ്ട് ഇട്ടു. ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ ഗുജറാത്തിൽ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ സ്റ്റാലിൻ
അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? DGP ആക്കി, തമിഴ്നാടിനെ DGP ആക്കി വെച്ചു കന്ദസ്വാമിയെ. ഗുജറാത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട അതേസമയം ഗുജറാത്ത് കലാപവും അതിന്റെ അപകടകരമായ അണ്ടർഗ്രൗണ്ട് കളികൾക്കും നേതൃത്വം നൽകിയ അമിത് ഷാ പ്രതിയാണ് എന്ന് സാക്ഷിമൊഴി കൊടുത്ത സജീവ് ഭട്ടും ഈ കന്ദസ്വാമിയൊക്കെ. സജീവ് ഭട്ട് ഇപ്പൊ ജയിലില്ല, കന്ദസ്വാമി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അദ്ദേഹം പ്രതിയല്ല. അമിത് ഷാ വിശുദ്ധനാണ്, പരിശുദ്ധനാണ്, നരേന്ദ്രമോദി അവതാരമാണ് എന്ന് കോടതിയിൽ അന്വേഷിച്ച് ഈ ബഹ്റ പഠിച്ച സ്ഥലം കണ്ടിട്ടോ, മൊസാദിന്റെയും CIA-യുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാണ് ഭീകരവാദ പ്രവർത്തനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന്റെ പാഠങ്ങളൊക്കെ. CIA-യും മൊസാദും ഭീകര പ്രവർത്തനങ്ങൾക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരാണ് അവർ. അവർ ആരെയായിരിക്കും ഭീകരന്മാരായിട്ട് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അവിടുന്ന് ക്ലാസ് കിട്ടി വന്ന് ആ ബഹ്റ നേരെ വന്നിട്ട് സ്ഥാനം എടുക്കുന്നത് ഇവിടെയാണ്. അന്ന് മുതൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. ബഹ്റയാണ് നമ്പർ 1 ഓപ്പറേഷൻ. കേരളത്തിന്റെ പോലീസിനെ പിണറായിയുടെയും കേരളത്തിന്റെയും കയ്യിൽ നിന്ന് കൊണ്ടുപോയി സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ RSSനും ഉപയോഗിക്കാൻ പറ്റുന്ന കളിപ്പാവയാക്കി മാറ്റിയെടുത്ത് കൊടുത്തത് ബഹ്റയായിരുന്നു. ആ ബഹ്റനെ സ്വീകരിച്ചത് CPM-ന് ഒരു പഴയ ചരിത്രമൊക്കെ ഉണ്ട്. സെൻകുമാറിന്റെ ചരിത്രമുള്ളപ്പോൾ DGP അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസിനോട്, ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചോറവടിയും കൂറവടിയണം, അതുകൊണ്ട് അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഒരു ചരിത്രം CPM-ന് ഉണ്ടായിരുന്നു. ഇന്ന് ചോറും കൂറും ഒക്കെ അപകടകരമായ RSSന്റെ അകത്തളങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അജിത് കുമാറിനെതിരെ കോമാതരക്ഷകർ ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മളുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ CPM എന്നിട്ട് ഇതിന്നൊക്കെ തടി രക്ഷപ്പെടുത്താൻ, ഈ അപകടകരമായ പ്രതിസന്ധികളിൽ നിന്നൊക്കെ തടി രക്ഷപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഗറില്ലയാക്കി കാട്ടാനയും മതവിളയും ആരെയൊക്കെ അവതരിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് CPM-നോട് പറയാനുള്ളത്, ഈ കളിയിൽ നിങ്ങൾ തോൽക്കും. തൽക്കാലം നിങ്ങൾക്ക് രക്ഷ കിട്ടും. എപ്പോ അധികാരം 3ാം പ്രാവശ്യം BJP രാജ്യമാണ്. കേരളത്തില് വോട്ട് പാറ്റേണിൽ അധികാരം കിട്ടാൻ വലിയ പണിയാണ്. കാരണം 25 ക്രിസ്ത്യനും മുസ്ലിങ്ങളും ഉണ്ട്, പിന്നെ 50% ഹിന്ദുക്കളാണ്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ഈടവര് CPM-നും കൂടെയാണ്. പക്ഷെ BDJS മുതൽ പല പരീക്ഷണങ്ങളിലൂടെ അപകടകരമായ പല സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ആ വലിയ നീക്കങ്ങൾ സംഘപരിവാർ അകത്തലങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാ പോലും ഇത് ഒരു അവർക്ക് ഏകപക്ഷീയമായിട്ട് ജയിച്ചു കയറാൻ പറ്റുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ വലിയ പണിയുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വയം കിട്ടുന്നത് വരെ കേരളത്തിൽ കോൺഗ്രസ് വരരുത്, UDF-ന് അധികാരത്തിൽ വരരുത്. CPM ഇരുന്നോട്ടെ, CPM-ആണ് ഭരിക്കേണ്ടത്. കാരണം UDF കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അതുമായി ബന്ധപ്പെട്ട ഇന്ത്യ മുന്നണി സംവിധാനങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഇതിനോടൊക്കെ ജയിക്കണം. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം. ഗുജറാത്തിൽ എങ്ങനെ ജയിച്ചത്, മഹാരാഷ്ട്രയിൽ എങ്ങനെ ജയിച്ചത്, അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും EVM മെഷീൻ ഇന്നും അതിന്റെ ആള് പറഞ്ഞിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളത് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്തും ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് എന്നുള്ളത്. ഇലോൺ മസ്ക് മുതൽ സകല ആളുകളും പറയുന്നുണ്ട്. വോട്ടും മെഷീനും അപ്പുറത്തേക്ക് വർഗീയ സാമുദായിക ജാതീയ എല്ലാ അവസാനത്തെ കളിയും കളിച്ചുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ കളിച്ചാലും കേരളത്തിൽ അധികാരത്തിലെത്തണം. അപ്പൊ CPM-ആണ്. UDF അധികാരത്തിൽ വരരുത്. പ്രത്യേകിച്ച് കോൺഗ്രസും UDF അടക്കമുള്ള സംവിധാനങ്ങൾ വരരുത്. ഇപ്പൊ കാലാകാലം വരെ നിർത്തിയാൽ മതി. അപ്പൊ ചിലപ്പോൾ CPM-ന് നിയമസഭ അവർക്ക് കൊടുക്കുക, അധികാരത്തിൽ അവരെ തന്നെ നിലനിർത്തുക. ആ അധികാരത്തിൽ അവരെ നിലനിർത്തുന്നതിന് ആവശ്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതിന്റെ അണ്ടർഗ്രൗണ്ടാണ് നേരത്തെ വളരെ ആഴത്തിൽ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ടത്. പക്ഷെ CPM-നോട് നമുക്ക് പറയാനുള്ളത്, ഈ കളിയിൽ അവസാനം നമ്മൾ തോൽക്കും. കോൺഗ്രസ് പരാജയപ്പെട്ടതുപോലെ ബാബരി മസ്ജിദും രാമക്ഷേത്രവും ശിലാന്യാസത്തിലൊക്കെ അവസാനത്തെ അതിന്റെ വരവും ചെലവും കൊണ്ടുപോയത് BJP ആണെങ്കിൽ RSS ആണെങ്കിൽ കേരളത്തിലും അതേ കളി നിങ്ങൾ കളിച്ച് അവസാനം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ RSS BJP നിങ്ങൾ തന്നെ ചേലക്കരയിലെ വോട്ടും പാലക്കാട് വോട്ടും ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ CPM-ന്റെ വോട്ട് എവിടെ പോയി എന്നാണ് നിങ്ങൾ ഓടിക്കേണ്ടത്. CPM-കാരനാണ് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള നേതാക്കന്മാരാണ് പോവുക. CPM-ന്റെ അണികൾ മുഴുവൻ അതിലും കുറെ പ്രശ്നങ്ങളുണ്ട്. സെക്യുലറിസം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും നമ്മൾ അണികൾക്ക്. എന്താണ് സെക്യുലറിസം, എന്താണ് ഡെമോക്രസി, എന്താണ് സാമൂഹിക നീതി, എന്താണ് മനുഷ്യത്വം, എന്താണ് മാനവികത, എത്ര പെട്ടെന്ന് CPM-കാരൻ കാവി കെട്ടി കടന്നു പോകുന്നത് എന്നുള്ളത് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തെ. ജമാഅത്തെ ഇസ്ലാമിക്കല്ലോ പേടി കേരളത്തിന് മൊത്തത്തിൽ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ അടയാളമായി
ഇങ്ങനെ ഈ കളിയിൽ ലാഭം കൊയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാരമാണ്. ചിലപ്പോ ഒരിക്കൽ കൂടി അധികാരത്തിലെത്താൻ, പക്ഷേ 2026 അധികാരത്തിന് ശേഷം അധികാരത്തെ നിലനിർത്താൻ അങ്ങനെ സാധിക്കുമെന്നുള്ളത് വേറെ തീരുമാനിക്കേണ്ടതാണ്. സംഘപരിവാരത്തിന്റെ തളികയിലേക്ക് കേരളത്തെ വെച്ചു വിളക്കുന്നതിന് വേണ്ടിയുള്ള അപകടകരമായ കളികളാണ് യഥാർത്ഥത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പോരാട്ട നാടകത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രശ്നമൊന്നുമില്ല. പറയാനുള്ള കാരണം നേരത്തെ ഓതി വെച്ച ആയത്തുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. CPM-നൊന്നും ഒരു പേടി നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അള്ളാഹു പറഞ്ഞല്ലോ സ്മർപ്പിക്കാം, നിങ്ങൾ അള്ളാഹനെ വാഴ്ചിക്കണം. നമുക്കിപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഒന്നും വാഴ്ത്തിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ മൗദൂദി അല്ല ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെയും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി പോണത്, അല്ലാതെ മൗദൂദിയുടെ അടിസ്ഥാനത്തിലല്ല. ഇത് വ്യക്തി പ്രസ്ഥാനമല്ല, ഇത് തിരിയേണ്ട നിങ്ങൾക്ക്. അതുകൊണ്ട് പതുക്കൊരു സ്മർപ്പിക്കാം. രാഷ്ട്രീയ മത സാംസ്കാരിക വല്ല നേതാക്കന്മാരൊക്കെ വാഴ്ത്തുന്നതിന് പകരം അള്ളാഹുവിനെ വാഴ്ത്തുക. വധക്കുറ എന്നുള്ളതിന് കുറെ അർത്ഥങ്ങളുണ്ട്. അള്ളാഹിനെ കുറിച്ച് പറയും, അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, അവനെ സ്മരിക്കുക. ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയും. നിങ്ങൾ കാര്യങ്ങൾ അള്ളാഹ് വിട്ടുകൊടുക്കുക. കള്ളത്തരവും കാപട്യവും തട്ടിപ്പും ചതിയും പൊള്ളയായ പ്രവർത്തനങ്ങളും നടത്തി അവരോട് നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ കഴിയില്ല. കാരണം നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇമാതിരി കള്ളത്തരങ്ങളും കാപട്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടില്ലേ? വെറുതെ ഇരുന്നിട്ട് പറയാ, നുണ പറയാൻ തീരുമാനിച്ച നമ്മൾ എന്താ ചെയ്യാ? പിണറായി വിജയൻ മുതൽ വിജയരാഘവൻ മുതൽ ഗോവിന്ദ മാഷടക്കം പറയാ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എല്ലാ ചർച്ചകളും നടത്തി വോട്ട് വാങ്ങിയിട്ടുള്ള ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് കിട്ടൂല. ജമാഅത്തെ ഇസ്ലാമിക്കാരെയും കിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്താൽ ലീഗിന് വോട്ട് കൊടുത്താൽ ജമാഅത്തെ ഇസ്ലാമി ലീഗിന്റെ പിന്നാലെ പോകില്ല. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ കോൺഗ്രസിന്റെ പിന്നാലെ പോകില്ല. CPM-ന് വോട്ട് കൊടുത്താൽ CPM-ന്റെ പിന്നാലെ പോകില്ല. ജമാഅത്തെ ഇസ്ലാമി വോട്ട് തരണം നിങ്ങൾ തരണ്ടാണോ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് തോന്നിയാൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യും. അതാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ടിംഗ് നയം. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് തരണോ, നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതല്ല. സാമൂഹികവും രാഷ്ട്രീയവും ഇവിടുത്തെ മാനുഷികവുമായ എല്ലാ വിഷയങ്ങളെയും കൂട്ടിക്കിഴിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ചെയ്യാറുള്ളത്. CPM വോട്ടെന്ന് പറഞ്ഞാലും ചിലപ്പോ CPM-ന് വോട്ട് കൊടുക്കണം ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കും. നിങ്ങൾ ചോദിച്ചാൽ തരാത്ത സാധനം ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവിടെ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ പോലും ജമാഅത്തെ ഇസ്ലാമി അവിടെ ചെയ്യൂല. ജമാഅത്തെ ഇസ്ലാമി ചിലപ്പോൾ അവിടെ കുറച്ചവിടെ കൊടുക്കാൻ തീരുമാനിക്കും, ചിലപ്പോൾ ഇവർക്ക് കൊടുക്കാൻ തീരുമാനിക്കും. അത് ജമാഅത്തെ അങ്ങനെ തന്നെയാണ്. CPM-ന്റെ വോട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും, കോൺഗ്രസ് കൊടുക്കും, BJP കൊടുക്കും, വേറെ ആർക്കെങ്കിലും. പിന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ആരുടെ വോട്ടും അവനവന്റെ വോട്ട് അവരവരുടെ പ്രസ്ഥാന സംഘടനയൊക്കെ ചെയ്യുന്നുണ്ടാ ചെയ്യുക. അല്ല CPM-ന്റെ വോട്ട് ജമാഅത്തെ ഇസ്ലാമി കിട്ടണമെന്ന് ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെയാണ് പിന്നെ CPM-നുള്ള പ്രസക്തി ഉണ്ടാവും. ഇന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, പിന്നെ മുസ്ലിം സംഘടനകളൊക്കെ വോട്ടൊക്കെ എന്ത് ചെയ്യണം? CPM വഴി കൊടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കണം. അങ്ങനത്തെ ഒരു കരാർ ആരും എവിടെ എടുത്തിട്ടില്ല. ചിലപ്പോൾ ചില സംഘടനകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ വോട്ടിംഗ് പിന്തുണ പിൻവലിക്കുന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിശകലനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യും. അതേസമയം നിങ്ങൾ അതിന്റെ അപ്പുറം നിന്നിട്ട് കള്ളത്തരം കൊണ്ട് വോട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഹകരണങ്ങൾ ഉണ്ടായിട്ടില്ല. നുണ പറയുക. ആധുനിക സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും അതിന്റെ വലിയ സോഷ്യൽ പട്ടാളവും സൈന്യവും സംവിധാനങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് പ്രസിദ്ധീകരണങ്ങളൊക്കെ വെച്ചിട്ട് അപകടകരമായ കളി കളിക്കുക. അതുകൊണ്ട് അല്ല പറഞ്ഞത് നിങ്ങൾ ഇവരെ വർത്തമാനം പറഞ്ഞിക്കേണ്ട കാര്യമില്ല. വധുക്കുരി സ്മർപ്പിക്കുക, വധപ്പത്തലിലേക്ക് തടുത്തിയില്ല. നിങ്ങൾ അല്ലാതെ ഇല്ല എന്താ പറയുക? ഈ കള്ളന്മാരെ വിട്, നുണയന്മാരെ വിട്, വ്യാജം പറയുന്നവരെ വിട്, വാക്ക് പാലിക്കാത്തവരെ വിട്, തട്ടിപ്പ് പറയുന്നവരെ വിട്. അവനാന്റെ നിരന്തരമായി കള്ളം പറഞ്ഞ് ശപഥം ചെയ്യുന്നവരെ കണ്ട് ഒഴിവാക്കിക്കോ. ഈ കള്ളന്മാരങ്ങൾ അനുസരിച്ചു പോകരുത്. നോണ പറയുന്നവരെ ഇപ്പൊ ആ കൂട്ടത്തിലേക്ക് CPM-നെ നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടതെന്ന് പറയില്ല. കള്ളത്തരം പറയുക. RSS-നെ പോലെ തന്നെ നട്ടാൻ മുളക്കാത്ത നുണകളുണ്ട്. അപ്പൊ നട്ടാൻ മുളക്കാത്ത മുളകളാണ് നന്നായിട്ട് മുളച്ചുകൊണ്ടിരിക്കുന്നത്. പച്ച കള്ളങ്ങൾ രാസവളം ചേർത്ത് വളമ്പി വളരെ മനോഹരമായി വളർത്തിയെടുത്ത് CPM-ഉം RSS-ഉം ഒക്കെ കേരളത്തിൽ വിളവെടുപ്പ് നടത്താനുള്ള പദ്ധതികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അമ്മ പറഞ്ഞത്. മുസ്ലിം സഖാക്കളൊക്കെ ഉണ്ടാവൂലേ? ഖുർആനിലൊക്കെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ആയത്തൊക്കെ നോദിയിട്ടോ. ഈ വ്യാജന്മാരെ വിട്. ഓർക്ക് കുറച്ച് ആളുണ്ട്, അധികാരമുണ്ട്.
അധികാരവും സമ്പത്തും ജനക്കൂട്ടവും മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത് അവര്. കുറച്ച് സാവകാശം അല്ല കൊടുക്കണം, കുറച്ച് സാവകാശം അല്ലാതെ അവര് കൊടുക്കുള്ളൂ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. ധിക്കാരികൾ, നന്ദി കെട്ടവർ, കുറ്റവാളികൾ, ക്രിമിനലുകൾ, ഇതൊന്നും വിശദീകരണത്തിലേക്കൊന്നും നമ്മൾ പോണില്ല. ഓരോ രംഗത്തും സംഘപരിവാരത്തെ നാണിപ്പിക്കുന്ന അണ്ടർഗ്രൗണ്ട് വർക്കുകൾ CPM കേരളത്തിന്റെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായ രഹസ്യമാണ്. അത് KFCയുടെ പണം കൊണ്ടുപോയി അംബാനിക്ക് കൊടുക്കുന്നത് മുതൽ KCBയെ വിറ്റ് കാശാക്കുന്നത് മുതൽ അണ്ടർഗ്രൗണ്ടിൽ കമ്മീഷന്റെയും ലാഭങ്ങളുടെയും വിൽപ്പനകളുടെയും എന്താണോ സംഘപരിവാർ വ്യക്തികളെ പ്രതിഷ്ഠിക്കുന്നത് മുതൽ സോഷ്യലായിട്ട് എല്ലാവർക്കും കിട്ടേണ്ട അവകാശങ്ങളെ അധികാരഘടനയും സംവിധാനം ഉപയോഗിച്ച് സംഘപരിവാർ എങ്ങനെയാണോ തങ്ങളിലേക്ക് ആവാഹിക്കുന്നത്, അതേപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനകൾ ഇവരോടൊന്നും നിങ്ങൾ വർത്തമാനം പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. അവർക്കുള്ള സാധനം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എന്താണോ കൊടുക്കേണ്ടത്, മരണാനന്തര വിശ്വാസവും ദൈവവിശ്വാസവും ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് നുണയും ചതിയും കള്ളത്തരവും കാപട്യമൊക്കെ അല്ലറ ചില്ലറ കാലം മാത്രമാണ്. നിങ്ങൾക്ക് നിരന്തരമായി വിറ്റഴിച്ച് അതിന്റെ മറവിലും ഒളിവിലും നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുക. ഒരു ഘട്ടം കഴിഞ്ഞാൽ സൂറത്തു നൂനുണ്ട്, നിങ്ങള് വിളവെടുപ്പ് നടത്താൻ, അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടാനാണ്, കൃഷിയിടത്തിൽ പോയി വോട്ട് വാങ്ങി വിളവെടുപ്പ് നടത്താനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ കഴിയില്ല. നിങ്ങൾക്ക് പൂൽപ്പിക്കും വേണം. വലിയ സൂറത്തുൽ ഖഹഫിലെ മറ്റേ ആളുണ്ട്, 2 തോട്ടം ഗിൽത്താജ്. ഇപ്പൊ 2 തോട്ടം കിട്ടിയതാ, കഴിഞ്ഞ അധികാരം കിട്ടി, അധികാരം കിട്ടി, 1-ാം തോട്ടം കിട്ടി, 2-ാം തോട്ടം കിട്ടി. അപ്പൊ മൂപ്പർക്ക് തോന്നുമ്പോ അവർക്ക് തോന്നാണ് നമ്മൾ തന്നെയാണ് വരുത്, നമ്മളെ കാണാൻ പിന്നെ വലിയ ആരാണെന്നുള്ളത്. അവിടെ മറ്റോ സംവാദം നടത്തണ്ട. ഈ കളികൾ കളിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടികളാണ് നിങ്ങൾ. വെറും വേദസ്കടത്തിൽ നിന്ന് വന്നവരാണ് നിങ്ങൾ. ഇന്നലെ ഇല്ലാത്തവരാണ്, നാളെ ഉണ്ടാകാത്തവരാണ്. ഇന്നിന്റെ ജീവിതത്തിൽ അള്ളാഹിനോട് മറുപടി പറയേണ്ടവരാണ്. അതുകൊണ്ട് നാളെ നിങ്ങൾ ദൈവമാണ്, ഈശ്വരനാണ്, അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കയറി വരികയായിരുന്നു നല്ലത്. നിങ്ങളുടെ തോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധികാരം ബംഗാളിൽ, ത്രിപുരയിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും മുടിഞ്ഞ് തൊലഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആലോചനകൾ. ജമാഅത്ത് ഇസ്ലാമിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, മുസ്ലിമീങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇവിടുത്തെ വോട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം. അള്ളാഹു പറയണം, തോലയട്ടെ അവൻ. എന്ത് കളിയാണ്, എന്ത് തീരുമാനമാണ് അവൻ എടുക്കുന്നത്. സംഘപരിവാറും CPM ഒക്കെ എന്ത് വഷളൻ തീരുമാനങ്ങളാണ് അധികാരത്തിന് വേണ്ടി എടുക്കാൻ പോകുന്നത്. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ശരി, നിങ്ങൾ മുടിയും തൊലയും. അവനെ ഇക്കണ്ട് വിട്ടുന്നോ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. CPM-നെ നമ്മൾ അള്ളാഹ് വിട്ടുപോയി. നിങ്ങൾക്കതിലൊന്നും വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ശരി, നിങ്ങളിലെ വ്യക്തിയും സംഘടനയും പ്രസ്ഥാനവും ഒക്കെ നാളെ ദൈവത്തിനോട് മറുപടി പറയേണ്ടി വരും. ഞങ്ങളും പറയേണ്ടി വരും ഈശ്വരന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ. ഇത് ഞങ്ങളുടെ വലിയ വിശ്വാസമാണ്. നിങ്ങൾ ഏൽപ്പിക്കുന്ന ചതികൾ, നിങ്ങൾ ഏൽപ്പിക്കുന്ന കെണികൾ, നിങ്ങൾ നടത്തുന്ന അണ്ടർഗ്രൗണ്ട് വർക്കുകൾ, അപകടകരമായ ചതിക്കുടികൾ, കള്ളത്തരങ്ങൾ, കാപട്യങ്ങൾ, ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. നാളെ ദൈവത്തിന്റെ മുമ്പിൽ പൊളിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ പൊളിക്കും. ഞങ്ങളൊന്ന് വഴങ്ങാനല്ലെങ്കിൽ എണ്ണ തേക്കലാണ്. ഞങ്ങളൊന്നും നിങ്ങൾക്ക് വഴങ്ങി തരണം. നിങ്ങളെ മീഡിയ, ഞങ്ങളുടെ സംഘടന നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയണം. നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒളിച്ചു കടത്തലുകൾ, നിങ്ങളുടെ അപകടകരമായ ഓപ്പറേഷനുകൾ, നിങ്ങളുടെ ചതിക്കുടികളിൽ ദയനീയമായി വീട് കിടന്ന് മറ്റു പലരും നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി പറയണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് കാണാം ആരാണ് ചരിത്രത്തിലെ ശരിയെന്ന്. ആരാണ് കുഴപ്പങ്ങൾ? ജമാഅത്തെ ഇസ്ലാമിയാണോ കുഴപ്പം? സംഘപരിവാറോ CPM ആണോ കുഴപ്പം? ഒക്കെ ചരിത്രത്തിൽ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നും ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് കാണാം. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹ് പറഞ്ഞത്, വ്യാജ ശപഥം ചെയ്യുന്നവരെ, നിരന്തരമായി ശപഥം ചെയ്ത് വലിയ വർത്തമാനങ്ങൾ പറയുന്നവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. ഹമ്മാസിൻ, പരിഹാസകന്മാരാണവർ. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും വില കുറച്ച് വളരെ വളരെ തുച്ഛമായി കണ്ട് അതിന്റെ അധികാര സംവിധാനങ്ങളുടെ മഞ്ഞളിപ്പിൽ നിന്നുകൊണ്ട് എന്തും പറയാൻ മടി കാണിക്കാത്തവരാണ്. ഹമ്മാസിൻ,
മഷായിൽ ഓടി നടക്കണവര്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബിനമീൻ, കള്ളത്തരങ്ങളുമായിട്ട്, നുണകളുമായിട്ട്, ഏഷണയുമായിട്ട്. അതിന് ശേഷം കുറെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. സനസിബഹുവലൽ ഫുർത്തൂം, അവന്റെ തുമ്പിക്കൈയിൽ മൂക്കിന് ഞാൻ പിടിക്കും. ദൈവം ഹിറ്റ്ലറെ പിടിച്ചിട്ടുണ്ട്, മുസോളിനിയെ പിടിച്ചിട്ടുണ്ട്, ബ്രാഹ്മണനെ പിടിച്ചിട്ടുണ്ട്, കംസനെ പിടിച്ചിട്ടുണ്ട്, അബൂലഹബിനെ ചരിത്രത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്തരവും കാപട്യവും ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കുന്ന തട്ടിപ്പാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇവിടെ വെച്ച് നമുക്ക് കാണാം, അവിടെ വെച്ച് നമുക്ക് കാണാം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കേവല സ്വഭാവത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്ത് കളയാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരും നിങ്ങളുടെ പിന്നാലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടി വന്നാലും ശരി. ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പോയപ്പോഴും നിലനിൽക്കുമ്പോഴൊന്നും അങ്ങനെ ആരുടെയും തല മുമ്പിൽ തലകുനിച്ച് വിധേയപ്പെടേണ്ട ഒരു സംവിധാനവും ജമാഅത്തെ ഇസ്ലാമി ആരുടെ മുമ്പിലും എത്തിവെച്ചിട്ടില്ല. അതുകൊണ്ട് ധൈര്യപൂർവ്വം ജമാഅത്തെ ഇസ്ലാമി പോകും. ഞാൻ അവസാനിപ്പിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ യഥാർത്ഥത്തിൽ ആർക്കാണ് പേടി? ആർക്കാണ് പേടി? നിങ്ങൾക്കാണോ പേടി? ഞങ്ങൾക്കാണോ പേടി? നമുക്കൊരു പേടിയില്ല. നിങ്ങൾക്ക് അധികാരമുണ്ട്, പോലീസുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, മീഡിയ ഉണ്ട്, കേസന്വേഷണ സംഘങ്ങളുണ്ട്, ആൾക്കൂട്ടങ്ങളുണ്ട്, പാർട്ടിയുണ്ട്, സംഘടനകളുണ്ട്, വലിയ കൂട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിനെ പേടി? ഇതൊന്നും ഇല്ലാതെ ഇബ്രാഹിം നബി ചോദിച്ചതാ രാജാവിനോട്. നല്ല രാജാവ് എന്റെ കയ്യിലൊന്നുമില്ല. ആ വളരെ തുച്ഛമായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, പിന്നെ എന്തെന്തിനങ്ങൾ പേടിക്കണം? ഇതൊക്കെ ഉള്ള ഞങ്ങളല്ലേ പേടിക്കേണ്ടത്? ഞങ്ങൾക്കൊരു പേടിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഭയത്തിലാണ്, നിങ്ങൾ ഭീരുത്വത്തിലാണ്, നിങ്ങൾ നിസ്സഹായതയിലാണ്, നിങ്ങൾ നിരാശയിലാണ്. ആ നിരാശയും നിസ്സഹായതയും സ്വയം ഏറ്റെടുത്ത നിന്ദ്യതയും അപകടകരമായ രാഷ്ട്രീയ കളരിയാക്കി മാറ്റി പ്രയോഗിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ വില കൊടുത്തുള്ള വലിയ പരാജയമായിട്ട് ഇന്ത്യ കേരളത്തിൽ CPM മാറും. യഥാർത്ഥ ജമാഅത്തെ ഇസ്ലാമി ഞാൻ അവസാനിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് വലിയൊരു സെക്കുലർ പ്രസ്ഥാനമാണ്. നമുക്ക് ഇനിയും ഒരുമിച്ച് എല്ലാ ഭാഗത്തും ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ, ക്യാപിറ്റലിസത്തിനെതിരെ, നാഷണലിസത്തിനെതിരെ, അതിന്റെ അപകടകരമായ ഫാസിസ്റ്റ് പ്രയോഗങ്ങൾക്കെതിരെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും ഒരുമിക്കാനും ഐക്യപ്പെടാനും ഒരുമിച്ച് നിന്ന് സംഘപരിവാരത്തെ പ്രതിരോധിക്കാനും നിർബന്ധിതമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിന്ന് ഒപ്പമുണ്ടാകണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ചെയ്തില്ലാന്ന് വരും. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ ഫാഷിസത്തെയും ക്യാപിറ്റലിസത്തെയും അതിന്റെ അപകടകരമായ ഭീകര പ്രയോഗങ്ങളെയും തങ്ങളുടെ കഴിവിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്ന പ്രസ്ഥാനമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് പഠിക്കാം, വിശകലനം ചെയ്യാം, വിലയിരുത്താം. വ്യക്തിപരമായ സംഭാഷണങ്ങളും സംവാദങ്ങളും സൗഹാർദ്ദപരമായ ഇരുത്തങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് കേരളത്തിന്, ഇന്ത്യക്ക്, നമ്മുടെ പൊതു സാമൂഹിക ജീവിതത്തിന് ഏത് വീക്ഷണങ്ങളും ഏത് നിലപാടുകളുമാണ് നല്ലത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ നടത്തി സംഘപരിവാരവും ക്യാപിറ്റലിസവും ഫാഷിസവും ഒക്കെ ഒരുക്കുന്ന അപകടകരമായ കെണികളിൽ നിന്ന് ഈ രാജ്യത്തെയും സമൂഹത്തെയും രക്ഷിച്ചെടുക്കേണ്ട ഒത്തൊരുമകളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് പോകുന്നതിന് വേണ്ടി എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം എന്നുകൂടി വളരെ വിനയത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദ്യവും സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും ഇവിടെ ഇതിനെ ശ്രവിച്ച എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.